ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മമ്മിക്കല്ല, പിന്നെ എനിക്ക്. സാറിനോ? സാറിന് എന്താ അസുഖം? നീ കാരണമല്ലേ എനിക്ക് അസുഖം വന്നത്. ഞാൻ കാരണോ? നിന്റെ നാട്ടിൽ പൂജ ചെയ്യാൻ വന്നപ്പോഴല്ലേ ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത്. കണ്ട ആ നിമിഷം മുതൽ തുടങ്ങിയതാ എന്റെ അസുഖം. ആ അസുഖത്തിനെ പ്രേമെന്നാ പറയാ. ആ അസുഖം മാറണമെങ്കില് നീ എന്റെ സ്വന്തം ആവണം. അതുകൊണ്ടാ ചോദിച്ചത്. ഞാൻ വിളിച്ച നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുമോന്ന്. നീ ആലോചിക്കുന്ന എന്താന്ന് എനിക്കറിയാം. എന്റെ ഡാഡിയും മമ്മിയും സമ്മതിക്കുമോന്നല്ലേ? സമ്മതിക്കും. ഡാഡി വലിയൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് അച്ചീവ് ചെയ്യും. എന്നിട്ട് പാർവതിയെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ അവരോട് പറയും. അപ്പോ ഡാഡിയും മമ്മിയും സമ്മതിക്കും. നിനക്ക് സമ്മതമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പറയ് പാർവതി, നിനക്കെന്നെ ഇഷ്ടമല്ലേ? എന്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമല്ലേ? എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയൊന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാനീ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോ മൽപ്പൂവേ. കൈലാഷ് സർ, പ്രിയന, പ്രിയൻ വരൂ. കൈലാഷ് സാർ, വിളക്കൊളുത്തി കഴിഞ്ഞു. ഇനി ഞാൻ പോയിക്കോട്ടെ, കൊറേ ജോലിയുണ്ട്. കണ്ണിലായിരം മെഴുതിരി മിന്നിടുന്നപ്പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേകവേ അതിലോലം അനുരാഗം തേന്മാരിയ. കൈലാഷ് സർ, പ്രിയൻ പറയൂ. സിൽവർ ജൂബിലി ഫംഗ്ഷന് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അന്ന് ഗാർമെന്റ്സ് ലീവാണോ? അതറിഞ്ഞിട്ട് വേണം ടൈലേഴ്സിന് ഓവർ ടൈം കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ. ഫംഗ്ഷൻ്റെ അന്ന് ഗാർമെന്റ്സും തുറക്കാനോ? ഇവിടെ ജോലി ചെയ്യുന്നവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയല്ലേ ഫംഗ്ഷൻ വെച്ചത് തന്നെ. എല്ലാവരെയും ഞാൻ നേരിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. 10 മണിക്ക് എനിക്ക് എല്ലാവരെയും നേരിട്ട് കാണണമെന്ന് ഞാൻ രഘുവിനോട് പറഞ്ഞിട്ടുണ്ട്. രഘു അത് എല്ലാവരെയും അറിയിക്കും. ഈ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാ ഞാൻ വന്നത്. ശരി സർ. പ്രിയൻ സർ, പ്രിയൻ ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ? കൈലാഷ് സർ, എന്നെ ഇവിടുത്തെ ബോസായിട്ടൊന്നും കാണണ്ട, ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. ഫ്രണ്ടായിട്ട് കണ്ടാൽ ചമ്മലില്ലാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ കഴിയും. പറയൂ പ്രിയൻ, പ്രിയൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഉണ്ടോ? എപ്പോഴാ കല്യാണം? അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല സർ. എനിക്ക് അവളെ ഇഷ്ടമാ, പക്ഷേ അത് അവക്കറിയില്ല. ഞാൻ ഈ കാര്യം ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. സെയിം പിച്ച് എന്ന് വെച്ചാ? അത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ കാര്യം അവളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല. പറയാൻ തുടങ്ങുമ്പോഴെല്ലാം ഞാൻ വല്ലാതെ നെർവസ് ആവുന്നു. അത് പ്രേമത്തിന്റെ കുഴപ്പമാണ് സർ. ആരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് സംസാരിക്കാൻ ധൈര്യമുള്ളവര് പോലും സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിൽ നിശബ്ദനായി പോവും. അതെന്തുകൊണ്ടാ പ്രിയൻ? അതറിയില്ല സർ. പക്ഷേ അവൾ അടുത്തെത്തുമ്പോ വിറയിലും നെഞ്ചിനകത്തൊരു പരവേശവും
സത്യം പറഞ്ഞ അതൊരു സുഖമാ. സുഖമെന്ന് പറഞ്ഞ പോരാ, വല്ലാത്തൊരു സുഖം അത്. ആ കുട്ടിക്ക് സാറിന് ഇഷ്ടമാണോ? അവൾക്കെന്നെ ഇഷ്ടം. സാറിന് ആർക്കാ ഇഷ്ടാവത്തെ? മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോയാലോ? വിറയിലും പരവേശമൊന്നും സാറ് മൈൻഡ് ചെയ്യണ്ട. എങ്ങനെയെങ്കിലും സാർ ആ കുട്ടിയോട് തുറന്നു പറയും. അവര് ഇങ്ങോട്ട് വന്ന് നമ്മളോട് ഇഷ്ടമാണെന്ന് പറയില്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയണം. അതാ പെൺകുട്ടികളുടെ മനഃശാസ്ത്രം. അധികം വൈകിക്കേണ്ട സർ. പ്രിയനെപ്പോഴാ പ്രിയന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നത്? അത് എനിക്കറിയില്ല സർ. അറിയില്ലേ? എന്താ? സാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് സാറിനെ ഇഷ്ടമാണ്. അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടണമല്ലോ. അതിനുശേഷമല്ലേ പറയാൻ കഴിയൂ. പ്രിയനെ ആ കുട്ടിക്ക് ഇഷ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലവ്. സാറിന്റെ ലവിനും ഓൾ ദി ബെസ്റ്റ്. ആരെങ്കിലും വെറുതെ നിൽക്കുന്നാണ്ടാ കരുനാഗതന് അപ്പൊ കണ്ണേടി തുടങ്ങും. പോയി അവനവന്റെ ജോലി ചെയ്യുന്ന പറഞ്ഞ് വരട്ടും. അയാളിപ്പോ വരും, നിങ്ങൾ നോക്കോ. കൈലാഷ് സാറിന് നമ്മളോട് എല്ലാവരോടും എന്തോ പറയാനുണ്ടെന്ന് രഘു പറഞ്ഞതുകൊണ്ടല്ലേ നമ്മളിവിടെ ഒന്ന് നിൽക്കുന്നത്. കൈലാഷ് സാറിന്റെ തീരുമാനമായതുകൊണ്ട് കരിനാഗം മിണ്ടാതെ നിന്നോളൂ. കൈലാഷ് സാറിന് നമ്മളോട് എന്താ പറയാനുള്ളത്? അത് കൈലാസ് സാറിനല്ലേ അറിയൂ. കരുണാകരൻ സാർ അവിടെ? ഞാനിവിടെ ഉണ്ട്. അമേരിക്കയിൽ നിന്ന് ബിസിനസ് പഠിച്ചു വന്ന കൈലാഷിന് സമയത്തിന്റെ വില നന്നായിട്ട് അറിയാന്ന എന്റെ വിശ്വാസം. അതെന്താ കരുണാകരൻ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ സമയം വെറുതെ കളയുകയാണെന്നാണോ കരുണാകരൻ സാർ പറഞ്ഞു വരുന്നത്? കൈലാഷ് സാറിന്റെ സമയമല്ല. പിന്നെ കൈലാഷിനോട് കരുണാകരൻ സാറിന് എന്തോ പറയാണ്ടെന്ന് തോന്നുന്നു. മടിക്കണ്ട, പറഞ്ഞോളൂ. ചെറിയൊരു കണക്ക്, വളരെ ചെറിയൊരു കണക്ക്. ഒരു തൊഴിലാളി ഒരു 10 മിനിറ്റ് വെറുതെ കളയുന്നു. അങ്ങനെ 6 പേര് 10 മിനിറ്റ് വീതം വെറുതെ കളഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം 1 മണിക്കൂർ.